തളപതി വിജയെ നായകനാക്കിക്കൊണ്ട് വി.പി. സംവിധാനം ചെയ്തുകൊണ്ട് വരുന്ന സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സോ ഈ ഒരു സിനിമയുടെ മൂന്ന് ലുക്കിലുള്ള തളപതിയുടെ പോസ്റ്ററുകൾ വന്നിട്ടുണ്ട്. സോ നമുക്കതിന്ന് ഡീകോഡ് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ആദ്യത്തെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇത് ഫ്യൂച്ചറിലുള്ള വിജയും പാസ്റ്റിലുള്ള വിജയുടെയും ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിലായിട്ടൊരു പ്ലെയിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുന്ന സമയത്ത് തളപതി വിജയ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ടൈറ്റിലിൽ. പ്ലെയിനിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് തോന്നുന്നു. അടിയിൽ ഒരു ഇംഗ്ലീഷിൽ കുറച്ച് വേർഡ്സ് എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. നോക്കിയപ്പോൾ കിട്ടിയത് വെളിച്ചത്തിന് ഇരുട്ടിനെ വിഴുങ്ങാൻ കഴിയും, എന്നാൽ ഇരുട്ടിന് വെളിച്ചത്തെ വിഴുങ്ങാൻ കഴിയില്ല എന്നാണ്. സോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെളിച്ചമായ ഫ്യൂച്ചറിനെ ഇരുട്ടായ പാസ്റ്റിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇത് ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റായിരിക്കും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി സെക്കൻഡ് ലുക്ക് നോക്കാം. സോ സെക്കൻഡ് ലുക്കിലും രണ്ട് വിജയ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിജയ് മുന്നിലൂടെ വണ്ടി ഓടിക്കുന്നു, രണ്ടാമത്തെ വിജയ് ബാക്കിലൂടെ ഇരുന്ന് വെടിവെക്കുന്നു. സോ ഓടിക്കുന്ന വിജയുടെ കയ്യിലും കണ്ണുണ്ട്. സോ ഈ ഒരു സെക്കൻഡ് ലുക്കിലെ വിജയുടെ ലുക്ക് വേറെ ലെവലാണ്. അതായത് ഇത്തിരി ഓൾഡായിട്ടുള്ള വിജയ് ഉണ്ടല്ലോ, ആ വിജയുടെ ലുക്ക് വേറെ ലെവലാണ്. സോ പാസ്റ്റിലെ വിജയ്ക്ക് അത്ര ലുക്കില്ല, എന്നാൽ ഓൾഡായിട്ടുള്ള വിജയ്ക്ക് നല്ല ലുക്കാണ്. ഈ ഒരു ഇത്ര നല്ല ലുക്ക് കിട്ടിയിട്ടും പോസ്റ്റർ ഡിസൈനൊക്കെ വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. സോ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കിട്ടില്ലായിട്ട് എനിക്ക് തോന്നി. സോ ഇതിലൊന്ന് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് ഫൈറ്റ് നടന്ന് ഇവരെന്തോ വിലപ്പെട്ടത് ആരെങ്ങാണ്ട് എടുത്തുകൊണ്ട് പോയിട്ട് അത് ചേസ് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും കാണിക്കുന്നത്. ഇതൊരു നിയോൺ ഷേപ്പിലുള്ളൊരു കളർ ഷെയ്ഡാണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത്. അടുത്തത് വിജയുടെ തേർഡ് ലുക്കാണ്. സോ ഈ ഒരു സിനിമയിൽ വിജയ്ക്ക് 3 ലുക്ക് ഉണ്ട് എന്നത് ഈ ഒരു പോസ്റ്ററിലൂടെ കൺഫേം ആയിട്ടുണ്ട്. സോ ഒന്ന് പാസ്റ്റിലെ ലുക്ക്, പിന്നെ പ്രസൻ്റ് ആയിട്ടുള്ള ഈ ഒരു ലുക്ക്, പിന്നെ ഫ്യൂച്ചറിലെ ആ ഒരു ഓൾഡ് ലുക്ക്. സോ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഗോട്ട് സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റർ അവർ ഇറക്കിയിട്ടുള്ളത്. സോ ഇതൊരു ഗോട്ട് സ്ക്വാഡാണ്. ഇപ്പോൾ വിജയ് മാത്രമല്ല, ഇതിൽ ശങ്കർ, പിന്നെ നമ്മുടെ പ്രഭുദേവ, പിന്നെ മറ്റൊരു ആക്ട്രസ്, ആളുടെ നെയിം ഞാൻ മറന്നുപോയി. സോ ഇവർ 3 പേരും വിജയുടെ ഒപ്പം കൂടെയുണ്ട്. സോ അപ്പോൾ എന്താ പറയുക, ഇതൊരു ഗോഡ് സ്ക്വാഡാണ്. പിന്നെ വിജയ് ആരോ എയിം ചെയ്ത് നിർത്തിയിരിക്കണ പോലെയാണ് ഈ ഒരു എയിം ലോക്ക് ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിജയ്ക്ക് നേരെ. സോ അപ്പോൾ ഇതൊരു ഏജൻ്റ് ആയിരിക്കും, എന്തായാലും ഇതൊരു വാർ മോഡിലുള്ളതാണ്. വിജയ്ക്ക് ഒരു സിനിമയിൽ 6 ലുക്കും പിന്നെ ഈ ഒരു സിനിമയിൽ 10ഓളം ഫൈറ്റ് സീൻസും ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത്രയൊക്കെയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി അടുത്തതായി ജയറാം നായകനായെത്തി ജനുവരി 11 റിലീസിനെത്തിയ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് 25 കോടി ആണ് ഇതുവരെ ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ ഒരു സിനിമ വേൾഡ് വൈഡിൽ നിന്ന് നേടിയത്. സോ ജയറാമിനൊപ്പം മമ്മൂട്ടി സ്ഥാനവേഷത്തിലുണ്ട് ഈ ഒരു സിനിമയിൽ.